എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 2025 പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള SCRT കണ്ടന്റ് ആണ്. SCRTയിലെ എല്ലാ ഷുവർ ഫാക്ട്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ക്ലാസ് ആദ്യ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ആദ്യം ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി നമ്മൾ പഠിച്ചതാണ്. 10ാം ക്ലാസ്സിലെ ലോഹ നിർമ്മാണം എന്ന ചാപ്റ്ററിന് നമ്മൾ പഠിച്ചപ്പോൾ അയിര്, ഓരുകൾ അതേപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ ഒരു ടെക്നിക്കൽ വേ അല്ലെങ്കിൽ ട്രിക്കിലൂടെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിന് ഉത്തരം ചെയ്തിട്ടുണ്ടാവും. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി അലൂമിനിയം ആണ്. മറന്നു പോവരുത്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അലൂമിനിയം ലോഹത്തിന്റെ അയിരിനാണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ലീച്ചിങ്? അനുയോജ്യമായ ലായനിയില് അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അതെന്ത് ചെയ്യുന്നു? അത് ലയിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അനുയോജ്യമായ ഒരു ലായനിയില് അയിര് ചേർക്കുമ്പോൾ അതെന്ത് സംഭവിക്കും? ഒരു ഓർ ചേർക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കും? അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ലയിക്കും. അങ്ങനെയെങ്കിൽ ഈ ലയിക്കാത്ത അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? അരിച്ചു മാറ്റാൻ സാധിക്കും. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഉണ്ട്. ഈ ഒരു ഫാക്ട്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നത്. എന്തായിരുന്നു ചോദ്യം? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? അലൂമിനിയത്തിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത് പഠിച്ചപ്പോഴാണ് ലീച്ചിങ് പഠിച്ചത്. ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റൽ അലർജി. എന്താണ് മെറ്റൽ അലർജി എന്ന് പറയുന്നത്? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഇതിന് 3 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം. 2, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തത് ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ 3 പ്രക്രിയകളിൽ ആദ്യത്തെ പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഇതിനകത്ത് വരുന്ന ആദ്യത്തെ ഘട്ടമാണ് ഏത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. നമ്മൾ പഠിച്ചതാണ്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. നമ്മളത് ഒരു ട്രിക്ക് ഒക്കെ വഴിയാണ് നമ്മൾ പഠിച്ചത്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. രണ്ടാമത്തത് പ്ലവന പ്രക്രിയ. മൂന്നാമത്തത് കാന്തിക വിഭജനം. നാലാമത്തെ പ്രക്രിയയാണ് ഏത്? ലീച്ചിങ്. അപ്പൊ ഈ 4 പ്രക്രിയകളും പഠിച്ചിരിക്കുക. ക്ലിയർ ആയോ? ഈ PDF കിട്ടാത്തവർക്ക് നമ്മൾ ഒന്നുകൂടെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പം PDF ഒരുപാട് ഇട്ടെന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 2 ദിവസമേ ഉള്ളൂ എക്സാം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങൾ പഠിച്ച PDFകൾ തന്നെ ആയിരിക്കും നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഇടുന്നേ ഉള്ളൂ. ക്ലിയർ ആയേ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ത്? പറഞ്ഞോ, എന്താണ്? ഐസോബാറുകൾ അല്ലെ? ഐസോബാറുകൾ. ഓപ്ഷൻ എ ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും. സെയിം മാസ് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത അറ്റോമിക് നമ്പർ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചതാ. ഇത് നമ്മൾ പഠിച്ച SCRT ഫാക്ട്സിനകത്ത് നമ്മൾ പഠിച്ച കാര്യ. ഇതിന്റെ ഉത്തരവും എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. എവിടെയാ നമ്മൾ പഠിച്ചേ? ഫസ്റ്റ് 20 days ചലഞ്ചിനകത്ത് ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചതാ ആറ്റത്തിന്റെ ഘടന. അപ്പം 9ാം ക്ലാസ്സിലെ ആറ്റത്തിന്റെ ഘടന എന്ന പാഠത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേര് ഐസോബാറുകൾ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതും 9ാം ക്ലാസ്സിലെ ആറ്റത്തിന്റെ ഘടന എന്ന പാഠത്തിൽ നിന്ന് ചോദിച്ചതാണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഓപ്ഷൻ സി ഹെൻറി ബെക്വറൽ. അത് നമ്മൾ പഠിച്ചതാ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്വറൽ ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം 3 ചോദ്യമാ 9ാം ക്ലാസ്സിലെ ആറ്റത്തിന്റെ ഘടന എന്ന പാഠത്തിൽ നിന്ന് വന്നത്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ JJ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്?
പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ടു പരീക്ഷണങ്ങൾ നടത്തി, ന്യൂട്രോണിനെ കണ്ടെത്തി. ഏതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന? ഓപ്ഷൻ ഡി ആ, ന്യൂട്രോണിനെ കണ്ടെത്തി. ഇതും നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ആറ്റത്തിന്റെ ഘടന എന്ന പാഠത്തിൽ നിന്ന് 3 ചോദ്യമാ വന്നേക്കുന്നത്. അപ്പൊ ആ 3 പഠിച്ചിരിക്കുക. അപ്പൊ ആറ്റത്തിന്റെ ഘടന പഠിക്കണമല്ലോ. നമ്മൾ ആറ്റത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു PDF നോട്ട്സ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടിരിക്കണേ. അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. പദാർത്ഥം, ഘടക മൂലകങ്ങൾ, തന്മാത്രയുടെ രാസസൂത്രം, ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം, ഇതാണ് ആറ്റത്തിന്റെ ഘടന എന്ന പാഠത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത്. പഞ്ചസാര എടുക്കുകയാണെങ്കിൽ അതിനകത്തെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ? അതിന്റെ തന്മാത്രയുടെ രാസസൂത്രം അറിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിനകത്തോ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അങ്ങനെയെങ്കിൽ ജലത്തിനകത്തോ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇനി ഇതിന്റെ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം അത് ഓർത്തിരിക്കാം. 12:22:11 ആണ്. പഞ്ചസാരയുടെ രണ്ടാമത്തെ ഗ്ലൂക്കോസിന്റെ 1:2:1 ആണ്. ജലത്തിന്റെ എത്രയാണ്? 2:1 ആണ്. ഇത് 3 ഓർത്തിരിക്കാം. അടുത്തത് വരുന്നത് എന്താണ് തന്മാത്ര? തന്മാത്ര എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് തന്മാത്ര? ഒരേ പദാർത്ഥത്തിന്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലും ചേർന്നിരിക്കുന്നു. നമ്മൾ ഇവിടെ കണ്ടു. അത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണിക. താഴെ ഓപ്ഷൻസ് ആറ്റം, തന്മാത്ര അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഏതാണ്? തന്മാത്രയാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആറ്റത്തിന്റെ ഘടന ചലഞ്ചിൽ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്തപ്പോൾ ഇത് നമ്മളൊരു ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? തന്മാത്ര ഓർമ്മ കാണുമല്ലോ. അങ്ങനെയെങ്കിൽ എങ്ങനെയെല്ലാം ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് ഓർത്തു നോക്കുക. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ വില്യം ക്രൂക്സിന്റെ ഓർത്തിരിക്കുക. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. എനിക്കറിയാം നിങ്ങൾക്ക് ഇനി 2 ദിവസം കൂടി ഉള്ളായിരിക്കും എക്സാം. അപ്പൊ ആ ഒരു എക്സാമിന് മുന്നോടിയായിട്ട് നമ്മളൊന്ന് പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ റിവിഷൻ മോഡൽ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ച കാര്യമാണ്. അതേപോലെ തന്നെ കാഥോഡ് രശ്മിയുടെ കണ്ടെത്തൽ എങ്ങനെയാണ്? അതേപോലെ കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ ഒന്ന് ഓർത്തിരിക്കുക. ജെ തോംസണുമായി ബന്ധപ്പെട്ടത് ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 1.76 × 10⁻11 ആണ് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ മാസ്, ഇതിൽ നിന്ന് കണ്ടെത്തിയ ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. കേട്ടോ, 9.1 × 10⁻31 കിലോഗ്രാം ആണ് നമുക്കൊരു ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് പ്രോട്ടോൺ എന്താണ്? പ്രോട്ടോൺ ആരാണ് കണ്ടെത്തിയത് എന്നെല്ലാം ഓർത്തിരിക്കാം. അടുത്തത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക. നമ്മൾ പറഞ്ഞായിരുന്നു ജെ തോംസണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക നമ്മൾ പറഞ്ഞു. അതാരാണ്? ജെ തോംസണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. അപ്പം ജെ തോംസണുമായി ബന്ധപ്പെട്ടത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടന്റ് ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. SCERT ബുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് വായിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അടുത്തത് റേഡിയോ ആക്റ്റീവത അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി. നമ്മൾ ഇപ്പം ചോദിച്ച ഒരു ചോദ്യമാണ്, രണ്ടാമത് വന്നതാണ് അല്ലെ? ഹെൻറി ബെക്വറൽ ദാ ഇവിടെ കിടക്കുന്നു, ഇവിടെ ഉണ്ട്. ഹെൻറി ബെക്വറൽ 1896 ഹെൻറി ബെക്വറൽ ആണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. അപ്പം യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് എന്ത്? റേഡിയോ ആക്റ്റീവത. കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്വറൽ ആണ്. ഏത് വർഷമാണ്? 1896. ഇനി ഇത് പ്രധാനമായിട്ടും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായിട്ട് പുറത്തു വരുന്നത്.
പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജും ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ. അപ്പൊ ഈ മൂന്നെണ്ണം ഓർത്തിരിക്കുക. ആൽഫ, ബീറ്റ, ഗാമ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്വറൽ ആണ് എന്ന് ഓർത്തിരിക്കുക. റേഡിയോ ആക്റ്റീവ് കണ്ടെത്തിയത് ഹെൻറി ബെക്വറൽ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നമ്മൾ പഠിച്ചതാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ലാഗ് അടുപ്പിക്കുന്നില്ല, നിങ്ങൾ അത് പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ടൊരു ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ആ ആറ്റം മാതൃക പറയുന്ന രീതികൾ എന്തൊക്കെയായിരുന്നു റുദർഫോർഡ് പറയുന്നത്? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലുപ്പമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലുപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായിട്ടും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള, നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, നടുക്ക് ന്യൂക്ലിയസും പ്രോട്ടോൺസും ആണെങ്കിൽ ചുറ്റും എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഈ ചുറ്റുമുള്ള ആ സർക്കിൾസ് എന്താണ്? ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽ ആണ്. ഇത് വൃത്താകൃതിയിലുള്ള ഓർബിറ്റലിൽ വളരെ വേഗമാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ പരിമിതികൾ നമ്മൾ പറഞ്ഞു. അടുത്ത ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. അപ്പം അത് ഓർത്തിരിക്കുക. ചാർജ് ഇല്ലാത്തതിനാലാണ് ഈ കണത്തിന് ന്യൂട്രോൺ എന്ന് പേര് കിട്ടിയത്. അപ്പം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല, നോ ചാർജ് ആണ്. നോ ചാർജ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഇതിനകത്ത് ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത കാര്യങ്ങളാണ് നീൽസ് ബോറിന്റെ ആറ്റം മാതൃക. നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയെ നമ്മൾ പഠിച്ചാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ. അതും ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അതിനകത്താണ് ഓർബിറ്റലുകൾക്ക് 1 2 3 4 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിലാണ് എന്ന് കണ്ടെത്തി. ഓരോ ഓർബിറ്റലിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. ഇതിനെ എനർജി ലെവൽസ് എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചായിരുന്നു, ഈ ഓരോ ഷെൽസിലും ഉൾക്കൊള്ളാനാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം? 2n². ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് നമ്മൾ ഇവിടെ പറയേണ്ടത് ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കി. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. കണ്ടോ ചോദ്യം പോയത്? അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം വന്നത്. അതിനകത്തും പറഞ്ഞിട്ടുണ്ട് ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണോ? അല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് അറ്റോമിക നമ്പറും മാസ് നമ്പറും. അറ്റോമിക നമ്പർ കാണുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ കാണുന്നത് എങ്ങനെയാണ്? ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ് എന്നെല്ലാം നമുക്ക് അറിയാം. ഇതെല്ലാം നമ്മൾ ചെയ്ത് പഠിച്ച കണക്കുകളാണ്. അപ്പൊ ചെയ്ത് തന്നെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അടുത്ത ഐസോടോപ്പുകൾ നമ്മൾ പഠിച്ചു. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഐസോടോപ്പുകൾ അല്ലെങ്കിൽ ഇതിന്റെ മാസ് നമ്പറും അറ്റോമിക നമ്പറും യഥാക്രമം എഴുതുന്നത്? ഒരു ആറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിന്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായിട്ടാണ്, മുകളിൽ എന്താണ്? മാസ് നമ്പറും താഴെ അറ്റോമിക നമ്പറും യഥാക്രമം കൊടുക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ചിരുന്നോണേ അത്. അങ്ങനെയെങ്കിൽ എന്താണ് ഐസോടോപ്പുകൾ എന്നറിയാലോ? ഒരേ അറ്റോമിക നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. ഐസോബാർ ആവുമ്പോൾ എങ്ങനെയായിരുന്നു? സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക നമ്പറും. ഇത് രണ്ടും തിരിഞ്ഞു പോവാതൊന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ ഐസോടോപ്പും അതിന്റെ ഉപയോഗവും ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാം എന്താ? അയഡിൻ 131 എന്തിനു വേണ്ടിയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. നമ്മൾ പഠിച്ച കാര്യമാണ്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനം. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സ. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച നിർണ്ണയിക്കാന്. അയൺ 59 അനീമിയ നിർണ്ണയിക്കാൻ. അനീമിയ അത് ഓർക്കാലോ. ബാക്കിയെല്ലാം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ ഐസോബാറുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഐസോടോണുകൾ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് ഐസോടോണുകൾ.
ഐസോട്ടോണുകൾക്ക് ഉദാഹരണം കണ്ടല്ലോ. അപ്പൊ ഐസോട്ടോണുകൾ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, റബ്ബറിന്റെ മോണോമർ. റബ്ബറിന്റെ മോണോമർ ഏതാണ്? റബ്ബറിന്റെ മോണോമർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഐസോപ്രീൻ ആണ്. റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. അങ്ങനെയെങ്കിൽ റബ്ബർ ഈ പാഠം ഏതാണെന്ന് അറിയാമോ? 8ാം ക്ലാസ്സിലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. 8ാം ക്ലാസ്സിലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന പാഠത്തിൽ നിന്ന് ചോദിച്ചാണ്. നമുക്ക് ആ പാഠത്തിനകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് നോക്കാം. ഒന്ന്, പോളിമേഴ്സ്. എന്താണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്? എന്താണ് പോളിമേഴ്സ്? പരുത്തിയും സിൽക്കും കമ്പിളിയും ചണവും ഒക്കെ പുരാതന കാലം മുതൽ വസ്ത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്ന വസ്തുക്കളാണെന്ന് നമുക്കറിയാം. ഇവയും നമുക്ക് പരിചിതമായ ചകിരി, റബ്ബർ മുതലായവയുമാണ് പോളിമേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്ന തന്മാത്രകളാൽ നിർമ്മിതം. അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണ് എന്തെന്ന് പറയുന്നേ? പോളിമറുകൾ എന്ന് പറയുന്നത്. മോണോമേഴ്സ് ചേർന്ന് എന്തുണ്ടാകുന്നു? പോളിമേഴ്സ് ഉണ്ടാകുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി ഇവിടെ മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഉദാഹരണം? പോളിമർ രൂപം കൊള്ളുന്നതിന് ഉദാഹരണം എന്തൊക്കെയാണ്? പോളിമറുകളുടെ അവയുടെ ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫൈബർ എന്ന് പറയുന്നത്? ഇത് ഇതേപോലെ പറഞ്ഞു തരുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലെ അതേ സെന്റൻസ് ആണ് നമുക്ക് ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ മറ്റൊന്നും പഠിക്കേണ്ട, ഈ ഒരു സെന്റൻസ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പൊ എന്താ ഫൈബറുകൾ? ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളാണ് ഫൈബറുകൾ. എന്താണ് പ്ലാസ്റ്റിക്? വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറുകളാണ് പ്ലാസ്റ്റിക്. എന്താണ് റബ്ബർ? ഇലാസ്തിക സ്വഭാവമുള്ള, ഇലാസ്റ്റിസിറ്റി. നമുക്കറിയാം റബ്ബർ ഇലാസ്റ്റിസിറ്റി ആണ് അല്ലെ. അപ്പൊ ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ ആണ് റബ്ബർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ ജീവന്റെ ഉൽപ്പത്തിയും പോളിമറുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? നമ്മൾ പഠിച്ചു, രൂപമാറ്റം വരുത്താൻ സാധ്യമുള്ളത് അല്ലെങ്കിൽ രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്ന അർത്ഥമുള്ള വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. 1856 അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ചെടുത്ത പാക്സീൻ എന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു. അതേപോലെ തന്നെ 1909 ലിയോ ബേക്കലൈറ്റ് എന്ന ബെൽജിയൻ ശാസ്ത്രജ്ഞൻ നിർമ്മിച്ച ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. അപ്പൊ അവിടെ ചോദ്യം വന്നു, ഏതാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്? ഏതാണ്? ബേക്കലൈറ്റ്. ഏതാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്? ബേക്കലൈറ്റ് ആണ്. അടുത്ത ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രകൃതിദത്ത പോളിമറുകൾ? എന്താണ് സിന്തറ്റിക് പോളിമറുകൾ? എന്താണ് പ്രകൃതിദത്ത പോളിമറുകൾ എന്ന് പറയുന്നത്? ബയോ പോളിമേഴ്സ്. പ്രോട്ടീനുകൾ, DNA, അന്നജം, സെല്ലുലോസ് എന്നിവയൊക്കെ പോളിമർ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇവയാണ് ബയോ പോളിമേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്ത പോളിമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC എന്നിവയെ പറയുന്ന പേരെന്താണ്? ഇവയാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബയോ പോളിമേഴ്സും പഠിച്ചിരിക്കുക, സിന്തറ്റിക് പോളിമേഴ്സും പഠിച്ചിരിക്കുക. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങൾ? അടുത്തതിലേക്ക് വരികയാണെങ്കിൽ മനുഷ്യനിർമ്മിത ഫൈബറുകൾ ഉണ്ട് അല്ലെ. മനുഷ്യനിർമ്മിത ഫൈബറുകൾ അതെന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയിരിക്കാം. അതേപോലെ തന്നെ അതിന്റെ കൂടുതൽ നല്ല എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് നൈലോണും റയോണുമാണ്. എന്താണ് നൈലോൺ? എന്താണ് റയോണ്? ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരമാണ് നൈലോൺ. അപ്പൊ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് നമ്മൾ പഠിച്ചു, ഏതായിരുന്നു? ബേക്കലൈറ്റ് ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈലോൺ ആണ്. അങ്ങനെയെങ്കിൽ എന്താണ് റയോൺ എന്ന് പറയുന്നത്? അർദ്ധകൃത്രിമ നൂൽത്തരമാണ് റയോൺ എന്ന് പറയുന്നത്. പകുതി കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട നൂൽത്തരത്തെ അറിയപ്പെടുന്നതാണ് റയോണ്. പൂർണ്ണമായിട്ടും ആദ്യത്തെ കൃത്രിമ നൂൽത്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈലോൺ ആണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ആലോചിച്ചിരിക്കാം. അടുത്തത് പ്ലാസ്റ്റിക്കുകൾ.
പ്ലാസ്റ്റിക്കുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. റബ്ബർ. റബ്ബർ എന്താണ്? ഇലാസ്തികത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ ആണ് റബ്ബർ. റബ്ബർ മരത്തിൽ നിന്ന് എടുക്കുന്ന റബ്ബർ പാലിൽ അല്ലെങ്കിൽ ലാറ്റിക്സിൽ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള പോളിമർ ആണ് റബ്ബർ. അപ്പൊ ഏതാണ്? ഐസോപ്രീൻ. ചോദ്യം വന്നത് കണ്ടോ? ചോദ്യം എവിടെ നിന്നാണ് വന്നേക്കുന്നത്? റബ്ബറിന്റെ സ്വഭാവങ്ങളുള്ള കൃത്രിമ പോളിമറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇവയെ കൃത്രിമ റബ്ബർ എന്നറിയപ്പെടുന്നു. നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണായസ്, ബ്യൂണായൻ എന്നിവ കൃത്രിമ റബ്ബറുകളാണ്. അപ്പം ഏതാണ് കൃത്രിമ റബ്ബറുകൾ? നിയോപ്രീൻ കൃത്രിമ റബ്ബറാണ്. അതേപോലെ തന്നെ ബ്യൂണായസ്, ബ്യൂണായൻ, തയോക്കോള്. നമുക്ക് ഓപ്ഷൻസിനകത്ത് ഈ 4 ഉണ്ടായിരുന്നു. തയോക്കോൾ ഒഴികെ ബാക്കി 3 ഐസോപ്രീനുമാണ് തന്നിരുന്നത്. അപ്പം നമ്മുടെ ഉത്തരം ഏതായിരുന്നു? ഐസോപ്രീൻ ആയിരുന്നു. ക്ലിയർ ആയോ? റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്. കൃത്രിമ റബ്ബർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് നിയോപ്രീന്, ബ്യൂണായസ്, ബ്യൂണായൻ, തയോക്കോൾ. മറന്നു പോവല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തത് പ്ലാസ്റ്റിക്കുകളുടെ ഘടനയാണ്. തെർമോപ്ലാസ്റ്റിക് ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്. എന്താണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക്കുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നത്. ചൂടാകുമ്പോൾ പ്ലാസ്റ്റിക്കിന് ഉണ്ടാകുന്ന വ്യത്യാസം, അതിലൊന്നാണ് തെർമോപ്ലാസ്റ്റിക്, രണ്ടാമത്തത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. എന്താണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ചൂടാകുമ്പോൾ അത് മൃദുവാകും, തണുക്കുമ്പോൾ അത് ദൃഢമായിട്ട് ഹാർഡായിട്ട് മാറും. ആദ്യത്തെ ഇതിനകത്ത് പറയുമ്പോൾ ഈ പ്രവർത്തനം നമുക്ക് എത്ര വേണമെങ്കിലും ആവർത്തിക്കാമെന്ന് ഓർത്തിരിക്കാം. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യും. സെറ്റിംഗ് എന്ന് ഓർത്താൽ മതി. തെർമോസെറ്റിംഗ് ആകുമ്പോൾ അതങ്ങ് സെറ്റായി, അതിനെന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും വരത്തില്ല. അങ്ങനെ ഓർത്താൽ മതി. ക്ലിയർ ആയി? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കും, എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാകും. തെർമോപ്ലാസ്റ്റിക്കിനകത്ത് സ്ഥിരമായി ദൃഢമാവത്തില്ല, നമുക്ക് വേണമെങ്കിൽ ആവർത്തിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുത്താം. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനകത്ത് എന്താണ്? ചൂടാകുമ്പോൾ അല്ലെങ്കിൽ തണുപ്പിക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് ദൃഢമാകും, ഹാർഡായിട്ട് മാറും. ക്ലിയർ ആയോ? അപ്പം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് മനസ്സിലായല്ലോ. ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ ഇവയെ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ തെർമോപ്ലാസ്റ്റിക്കിനകത്തത് സാധിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ഒന്ന് ഓർത്തിരിക്കാം. ഇതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. തെർമോപ്ലാസ്റ്റിക്, പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ്. തെർമോസെറ്റിംഗ് എന്ന് പറയുമ്പോൾ ബേക്കലൈറ്റ്, മെലാനിൻ, ഫെർമനൻ, ഡിഹൈഡ് റെസിൻ. അപ്പൊ ഇത് രണ്ടിന്റെയും അതിന്റെ ഉപയോഗങ്ങളും ഓർത്തിരുന്നോണം, ഇമ്പോർട്ടന്റ് ആണ്. പറയാം. പോളിത്തീന്റെ ഉപയോഗം എന്താ? നമുക്കറിയാം. പോളിത്തീൻ വസ്ത്രങ്ങൾ അല്ലെ? അപ്പം വിവിധ പാക്കറ്റുകൾ, അതേപോലെ തന്നെ ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിനാണ് പോളിത്തീൻ ഉപയോഗിക്കുന്നത്. പോളിത്തീൻ എന്തിനൊക്കെയാണ്? വിവിധ പാക്കറ്റുകൾ ഉണ്ടാക്കാൻ, ട്യൂബുകൾ ഉണ്ടാക്കാൻ, കണ്ടെയ്നറുകൾ. അടുത്തത് പോളിവിനൈൽ ക്ലോറൈഡ്, PVC പൈപ്പ് എന്തിനൊക്കെയാണ്? PVC എന്തിനൊക്കെയാണ്? ഇലക്ട്രിക്കൽ വയറിങ്, പ്ലംബിങ്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, അതേപോലെ തന്നെ റെയിൻ കോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവയെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിക്കും. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അതെന്താ? തണുപ്പിക്കുമ്പോൾ ദൃഢമായി പോകും, പിന്നെ അത് വീണ്ടും മൃദുവാക്കാനൊന്നും സാധിക്കില്ല, സ്ഥിരമായിട്ട് അത് ദൃഢമായി തന്നെ ഇരിക്കും. അതിന് ഉദാഹരണമാണ് ബേക്കലൈറ്റ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെ പാചക പാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത്. മെലാനിൻ, ഫോർമാൽഡിഹൈഡ് റെസിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനാണ്. ക്ലിയർ ആയേ? അങ്ങനെയെങ്കിൽ അടുത്തത് 4R ശീലിക്കാം. എന്താണ് 4R എന്ന് പറയുന്നത്? റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. എല്ലാവർക്കും അറിയാലോ പ്ലാസ്റ്റിക് നമ്മൾ എങ്ങനെ വീണ്ടും പുനരുപയോഗം ചെയ്യാൻ, അതാണ് ഈ 4R. ഇനി പ്ലാസ്റ്റിക്കും മൈക്രോണും അതും ഒന്ന് ഓർത്തിരിക്കാം. എത്ര കനം യൂണിറ്റ് ആണ് ഇത് പ്രസ്താവിക്കുന്നത്, എത്രയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇനി പ്ലാസ്റ്റിക്കിൽ നിന്ന് ഉള്ള ഊർജം നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? പുനഃചക്രമണ പൈപ്പിൽ PETE എന്താണ്? പോളി എഥിലീൻ
ടെറിത്താലേറ്റ് ആണ്. അതേപോലെ തന്നെ സാന്ദ്രത കൂടിയ പോളിയെത്തിലീൻ ആണ് 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ബോട്ടിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഏത് ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് ആണ്, ഏതാണ് നമുക്ക് വാങ്ങിക്കേണ്ടത് അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അടുത്ത ഒരു ചോദ്യം ഇതാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? നമ്മുടെ കെമിസ്ട്രി അവിടെ കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ ലോഹ നിർമ്മാണം, 8ാം ക്ലാസ്സിലെ ഫൈബറുകളും പ്ലാസ്റ്റിക്കും, 9ാം ക്ലാസ്സിന്റെ ആറ്റത്തിന്റെ ഘടനയിൽ നിന്ന് 3 ചോദ്യങ്ങൾ. ഇത്രയുമാണ് കെമിസ്ട്രിയിൽ വന്നേക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ PDF നോട്ട്സ് അല്ലാതെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് നേരത്തെ നമ്മൾ കണ്ടക്ട് ചെയ്ത ക്ലാസ്സിന്റെയും PDF നോട്ട്സ്, കാരണം നിങ്ങൾ അത് പഠിച്ച കാര്യമാണ്. അപ്പം ഒരുപാട് PDF കണ്ട് പേടിക്കുന്നതും വേണ്ട, നിങ്ങൾ ഒരു വട്ടം റിവിഷൻ ചെയ്താണ് ജസ്റ്റ് ഒന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കാൻ വേണ്ടിയാണ് ഇടുന്നത്. ഓക്കെ, അടുത്തത് ഫിസിക്സിലേക്ക് കടക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നതെന്ന് അറിയാമോ? 8ാം ക്ലാസ്സിലെ ചലനം എന്ന പാഠത്തിൽ നിന്നാണ്. 8ാം ക്ലാസ്സിലെ ചലനം എന്ന പാഠത്തില് ഉത്തരം വേഗമാണ്. എന്താണ് നമ്മൾ പഠിച്ച സദിശ അളവും എന്തായിരുന്നു? അദിശ അളവുകളും. അദിശ അളവുകളും സദിശ അളവുകളും പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്? പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാൻ കഴിയുന്ന അളവുകളാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. പരിണാമത്തോടൊപ്പം മാഗ്നിറ്റ്യൂഡിനോടൊപ്പം എന്തും പറയുന്നു, ഡയറക്ഷനും ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റിക്കകത്ത് വരുന്നതാണ് ഏതൊക്കെ? പ്രവേഗം വരും, സ്ഥാനാന്തരം വരും, ത്വരണം വരും, ബലം വരും. ബലം എന്താണ്? ബലം സദിശ അളവാണ്. ആക്കം എന്താണ്? സദിശ അളവാണ്. അങ്ങനെയെങ്കിൽ പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്തത്, ദിശ പറയില്ല, ദിശ ചേർത്ത് പറയാത്തതാണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഉദാഹരണം ഏതൊക്കെയാ? ഒന്ന് നമ്മൾ പഠിച്ചു വേഗം. വേഗം എന്താണ്? അദിശ അളവാണ്. അതേപോലെ തന്നെ വേഗത, സമയം എന്താണ്? അദിശ അളവാണ്. പിണ്ഡം അദിശ അളവാണ് അല്ലെങ്കിൽ മാസ്, ദൂരം ഡിസ്റ്റൻസ്, വിസ്തീർണം, പ്രവൃത്തി, അതേപോലെ വ്യാപ്തം, സാന്ദ്രത, മർദ്ദം എന്നിവയെല്ലാം എന്തിനകത്ത് വരുന്നു? അദിശ അളവ്. അപ്പം ടെമ്പറേച്ചർ എന്തിനകത്ത് വരുമെന്നൊരു ചോദ്യം വന്നാലോ? ടെമ്പറേച്ചർ എന്താണ്? അദിശ അളവാണ്. അപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളെ പറയുന്ന പേരാണ്. പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്തത് ഏതാണ്? അദിശ അളവുകളാണ്. ദിശ ചേർത്ത് പറയുന്നത് ഏതാണ്? സദിശ അളവുകളാണ്. ഇതിന്റെ ഉദാഹരണം ഓർത്തിരിക്കാം. നമ്മൾ ഇത് നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിന്റെ PPT നമ്മൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ SCRT നമ്മൾ കൊടുക്കുന്നില്ല. ഇതിന് കൊടുക്കാത്ത മറ്റൊരു കാരണം, നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് PPT ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ നേരത്തെ PPT എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് നമ്മൾ ഈ SCRT ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എത്രാം ക്ലാസ്സിലാണെന്ന് അറിയാമോ? 10ാം ക്ലാസ്സിലെ ഊർജ പരിപാലനം എന്ന ചാപ്റ്ററിൽ നിന്നാണ്. 10ാം ക്ലാസ്സിലെ ഊർജ പരിപാലനം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. എക്സാം ഹാളിൽ ഇരുന്ന പകുതി മുക്കാൽ പേർക്കും കൺഫ്യൂഷൻ തോന്നിയത് ഈ ആദ്യത്തെ 2 എണ്ണമായിരിക്കും. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുമോ, അതോ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുമോ? അടുത്ത 2 എണ്ണം നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ വരത്തില്ല. ഈ 2 എണ്ണമായിരിക്കും കൺഫ്യൂഷൻ വരുന്നത് അല്ലേ? അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഉത്തരം ഏതാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഊർജ പരിവർത്തനം എന്ന ടോപ്പിക് എടുത്തപ്പോൾ നമ്മൾ ജനറേറ്റർ ഉൾപ്പെടെ നിരവധി ഉപകരണങ്ങളുടെ ഊർജ പരിപാലനം പഠിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ആ PPT ഉണ്ട്, നിങ്ങൾ ഇപ്പോഴും അത് പഠിച്ചു അല്ലേ? അപ്പം ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? യാന്ത്രികോർജം എന്തായിട്ട് മാറുവാണ്? ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറ്റുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഇത് എവിടുന്നാണെന്ന് അറിയാമോ? ഇതും 10ാം ക്ലാസ്സിലെ ഊർജ പരിപാലനം എന്ന പാഠത്തിൽ നിന്നാണ്. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? പക്ഷെ നമ്മൾ ഇത് പഠിച്ചത് എവിടാണ്? ന്യൂക്ലിയർ റിയാക്ടറുമായി ബന്ധപ്പെട്ട ഒരു PDF നമ്മൾ തന്നായിരുന്നു. അതിനകത്താണ് നമ്മൾ ഈ സമ്പുഷ്ട യുറേനിയം പറയുന്നത്. പക്ഷെ നമ്മളോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഊർജ പരിപാലനം എന്ന പാഠത്തിൽ നിന്നാണ്. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ഓപ്ഷൻ B ആണ്, സമ്പുഷ്ട യുറേനിയം ആണ്. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം
സമ്പുഷ്ട യുറേനിയം. അപ്പൊ ഊർജ പരിപാലനം, 10ാം ക്ലാസ്സിലെ ഊർജ പരിപാലനം എന്ന പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഊർജ പരിപാലനം നോക്കിയാലോ. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന എല്ലാ ഊർജത്തിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. അവിടുന്നാണ് ഇൻഫ്രാറെഡ് വികിരണങ്ങൾ അല്ലെങ്കിൽ പ്രകാശം എന്നിവയെല്ലാം ലഭിച്ച് ഊർജം ഉണ്ടാകുന്നത്. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. തേർഡ് ലോ പഠിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം. ഇനി ഇന്ധനങ്ങളുടെ ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ എങ്ങനെയാണ്? ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെയാണ്? അതിനകത്ത് കൽക്കരി ഓർത്തിരിക്കുക. എങ്ങനെയാണ് കൽക്കരി? കണ്ടോ, പീറ്റ്, ലിഗൻഡ്, ബിറ്റുമിനസ് കോള്, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. CNG, NNG, LPG ഇവയെല്ലാം എന്തൊക്കെയാണ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് CNG എന്ന് പറയുന്നത്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നാണ് ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ CNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNGയും നിർമ്മിക്കുന്നത്. അപ്പൊ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കാലോ. അതുപോലെ തന്നെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG എന്താണ്? ഗ്യാസ് എന്നാണ് LPGയുടെ പൂർണ്ണരൂപം. പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കെട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് ഇത്. ഇതിപ്പോ നമ്മൾ 2 ദിവസം മുമ്പ് വർക്കൗട്ട് ബാച്ച് നൽകിയിട്ടുള്ള PPTക്കകത്ത് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങളെല്ലാം ഇത് പഠിച്ചു കാണും. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. നമ്മൾ പോൾ വർക്കൗട്ട് എക്സാംസിന് ഇത് ഇട്ടയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് LPGയും അതിന്റെ സുരക്ഷയുമാണ്. എന്താണ് ബയോമാസ്, എന്താണ് ബയോഗ്യാസ് എന്നിവ. അതേപോലെ കലോറി മൂല്യം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം. ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം. കലോറിക് വാല്യൂയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പം ഇതിനകത്ത് കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കാവുന്നത്. ഇത് ഇത്രയും തന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു. അങ്ങനെയൊന്നും ചോദിച്ചില്ലെങ്കിലും എന്താണ് കലോറിക വാല്യൂ, തന്നിരിക്കുന്നവയിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ കലോറിക വാല്യൂ എന്നൊക്കെ ചോദിച്ചാൽ അതിനെല്ലാം ഉത്തരം എഴുതാൻ പഠിച്ചിരിക്കാം. അടുത്തത് ഹൈഡ്രജനും ഫ്യൂവൽ സെല്ലും. ഹൈഡ്രജനും ഫ്യൂവൽ സെല്ലും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇത് എളുപ്പം തീ പിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമാണ്. അതിനാല് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കാനോ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതാണ് എന്തിന് ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നതിനാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്നത്. ഒരു നല്ല ഇന്ധനത്തിന് വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എളുപ്പം ലഭ്യമായിരിക്കണം, ചെലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, സംഭരിച്ചു വെക്കാൻ പര്യാപ്തമായതായിരിക്കണം, ദ്രവ ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്. അപ്പൊ ഇത് ഇത്രയും അതിന്റെ ഗുണങ്ങളായിരിക്കണം. അടുത്തത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? അതേപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷൻ. 2 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താണ്? ഒരു ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ വെള്ളം കൊണ്ടുള്ളതാണ് അല്ലെ. ഹൈഡ്രോ ആ പേരിനകത്താനുണ്ട്. കേരളത്തില് പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നൽകുന്ന ഊർജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്ഥിതികോർജം ഗതികോർജമായി മാറുന്നു, ഗതികോർജം യാന്ത്രികോർജമായി മാറുന്നു, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഊർജ പരിവർത്തനം പഠിച്ചു വെച്ചോണം. അങ്ങനെയെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ എന്താണ്? ജലവുമായാണോ? അല്ല. കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച്
ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. അങ്ങനെ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ക്ലിയർ ആയോ? എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഇത് തെർമൽ പവർ സ്റ്റേഷൻ കൂടുതലായും കാണപ്പെടുന്നത് എവിടെയാണ്? നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരം തെർമൽ പവർ സ്റ്റേഷനുകൾ കാണപ്പെടുന്നത്. ഇവിടെ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ രാസോർജം താപോർജമായി മാറുന്നു, അത് കഴിഞ്ഞത് യാന്ത്രികോർജമായി മാറുന്നു, ശേഷം വൈദ്യുതോർജമായി മാറുന്നു. മറ്റേത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിൽ ആദ്യം സ്ഥിതികോർജമാണ്, സ്ഥിതികോർജത്തിൽ നിന്ന് ഗതികോർജത്തിലോട്ട് മാറുന്നു, പൊട്ടൻഷ്യൽ, അത് കഴിഞ്ഞ് കൈനറ്റിക്, ദെൻ യാന്ത്രികോർജം മെക്കാനിക്കൽ എനർജി, ദെൻ വൈദ്യുതോർജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി. ഇനി തെർമൽ പവർ സ്റ്റേഷൻ ആണെങ്കിൽ എന്താണ്? കെമിക്കൽ എനർജിയാണ് ആദ്യം, രാസോർജമാണ്, അത് കഴിഞ്ഞിട്ട് ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജമാണ്, അത് കഴിഞ്ഞിട്ടാണ് മെക്കാനിക്കൽ എനർജി, ദെൻ ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ആ രണ്ടെണ്ണത്തിന്റെ ഊർജ പരിവർത്തനം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെയെങ്കിൽ അടുത്തത് സൗരോർജമാണ്, സോളാർ സെൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് അത് കൊണ്ടുവരാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് സോളാർ പാനലിന്റെ നിർമ്മാണം ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൗരോർജ പ്ലാന്റ് ഈ വോൾട്ടൈൽ പവർ പ്ലാന്റുകൾ പോലെ ഉള്ളവയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. അടുത്ത സോളാർ വാട്ടർ ഹീറ്റർ ആണ് പറഞ്ഞത്. സോളാർ തെർമൽ പവർ പ്ലാന്റ്, ദ്രവ്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഊർജം, വേലിയേറ്റ ഊർജം, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ സമയം കളയാത്തത്. കാരണം നമുക്ക് എക്സാം അടുത്ത് വന്നു, നമ്മൾ ഇനി വീണ്ടും വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ പഠിച്ച കാര്യമാണ്. അടുത്ത ജിയോ തെർമൽ പ്ലാന്റ് എന്താണ്? ഇതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. ജിയോ തെർമൽ പ്ലാന്റ് അല്ലെ, ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസ യോഗ്യമല്ലെങ്കിലും അകം ഇപ്പോഴും ഉരുകിയ അവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്ത് വരികയും ഇത്തരം സ്ഥലങ്ങളിലാണ് ഹോട്ട്സ്പോട്ട്. ഇവിടെയുള്ള ഭൂഗർഭ ഹോട്ട്സ്പോട്ടിൽ താപം സ്വീകരിച്ച് നീരാവിയായി മാറും. പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവിയെ പാറ തുളച്ച് പൈപ്പ് വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അടുത്തത് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷനുമായി ബന്ധപ്പെട്ട് നമ്മളോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു അല്ലെ, എന്തായിരുന്നു? ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം ആണ്. ആ ഒരു ചോദ്യം കണ്ടോ? ഇവിടെ നിന്ന് ആ ചോദ്യം വന്നേ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതാണ്? സമ്പുഷ്ട യുറേനിയം ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണല്ലോ, പഠിച്ചിരിക്കണമല്ലോ. അപ്പം ഇത് പഠിക്കാം. അടുത്തത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. എന്താണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? നമ്മൾ തെർമൽ പവർ സ്റ്റേഷൻ പഠിച്ചു, ഹൈഡ്രോ പവർ സ്റ്റേഷൻ പഠിച്ചു. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്താണ്? ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. ഏകദേശം നമ്മൾ തെർമൽ പവർ സ്റ്റേഷൻ പറഞ്ഞ പോലെ തന്നെ. ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. ഇതിനകത്ത് ഊർജ മാറ്റം എന്തായിരിക്കും? ആദ്യം വരുന്ന സ്ഥിതികോർജമാണോ? അല്ല, ന്യൂക്ലിയർ ഊർജമാണ്. ന്യൂക്ലിയർ ഊർജം താപോർജമായി മാറുന്നു, ദെൻ യാന്ത്രികോർജം, ദെൻ വൈദ്യുതോർജമായിട്ട് മാറുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 പവർ സ്റ്റേഷനുകൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജം, റിന്യൂവബിൾ ഗ്യാസും നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയും, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഒരു ചോദ്യം ഇതാണ്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എവിടെയാണ് ചോദിച്ചത്? അത് 8ാം ക്ലാസ്സിലെ ബലം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചതാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. ശരിയായിട്ടുള്ള ബാരോമീറ്റർ. നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് എല്ലാ ഉപകരണങ്ങളും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു PPT കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ PPTയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഉത്തരം എഴുതാൻ സാധിച്ചു അല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് സർ ഐസക് ന്യൂട്ടൺ? അതും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ന്യൂട്ടൺ ബലം എന്താണ്? വിവിധ തരം ബലങ്ങൾ ഏതൊക്കെയാണ്? മസ്കുലാർ ബലം, മാഗ്നറ്റിക് ഫോഴ്സസ് അല്ലെങ്കിൽ കാന്തിക ബലം, വൈദ്യുത ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്, ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവയെല്ലാം എന്താണെന്ന് അറിയാം. അതേപോലെ തന്നെ എന്താണ് സമ്പർക്ക ബലം?
വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. അങ്ങനെയെങ്കിൽ സമ്പർക്കരഹിത ബലം എന്തായിരിക്കും? അത് പരസ്പരം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന, വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കാലോ. അങ്ങനെയെങ്കിൽ രണ്ട് തരത്തിലുണ്ട് ഘർഷണ ബലം. ഒന്ന് റോളിംഗ് ഫ്രിക്ഷനും രണ്ടാമത്തത് നിരങ്ങൽ ഘർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷനും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ഉരുളൽ ഘർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്തിനേക്കാൾ കുറവായിരിക്കും? നിരങ്ങൽ ഘർഷണത്തെക്കാൾ. അല്ല എങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ. ഉരുളൽ ഘർഷണം എന്ന് പറയുമ്പോൾ റോളിംഗ് ആണ് അല്ലെ. അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നിരങ്ങൽ ഘർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും എന്ന് ഓർത്തിരിക്കാം. ഈ ഒരു കാര്യം ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്? ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലം. അപ്പം നിരങ്ങലാവുമ്പോൾ എന്തായിരിക്കും? ഒരു വസ്തു അതിന്റെ മുകളിലൂടെ നീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ, അതാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്നേഹകങ്ങൾ. സ്നേഹങ്ങളായി ഉപയോഗിക്കുന്നതാണ് എന്ത്? വെളിച്ചെണ്ണ. അതേ കൂടാതെ എന്താണ് ഭാരം? ഗുരുത്വാകർഷണം 9.8 മീറ്റർ/സെക്കൻഡ് ആണ് ഗുരുത്വാകർഷണ ത്വരണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വസ്തുവിന്റെ ഭാരം കണ്ടുപിടിക്കാൻ F=mc ചെയ്താൽ മതി. ബ്ലേഡ് പാസ്കലിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, PPT തന്നെയാണ്, അതൊന്ന് ഓർത്തിരിക്കുക. എന്താണ് മർദ്ദം? മർദ്ദം നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്, ഇത് ഒരു വട്ടം നമ്മൾ PPT തന്നതാണ്, നിങ്ങൾ പഠിച്ചതാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടാത്തോണ്ടാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്യാത്ത. നിങ്ങൾ അതൊന്ന് നേരത്തെ പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. അടുത്തത് നമുക്കിവിടെ അടുത്ത് ചോദിക്കുന്നത് അന്തരീക്ഷമർദ്ദം അളക്കാം. നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. അപ്പൊ അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് അടുത്ത വട്ടം ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്? ബാർ ആണ്. ബാർ. അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുപത്തിന്റെ ഭാരത്തെ ഒരു അന്തരീക്ഷമർദ്ദമായി കണക്കാക്കുന്നു. ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവ് 1 മീറ്റർ² രാസരൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് പ്രമാണ അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതൊന്നും ഓർക്കണ്ട, ഇത് ഓർത്താൽ മതി. അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ ആണ്. അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം ½ mv² ആണല്ലോ. അപ്പം ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ചെയ്തു നോക്കാവുന്ന തന്നെ നമുക്ക് ആലോചിച്ച് പറയാം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ, വെലോസിറ്റി ഇരട്ടിയായാൽ അതിന്റെ v² ആണല്ലേ. വെലോസിറ്റി ഇരട്ടിയായാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? 4 മടങ്ങാവും. ഒരു സംശയമില്ല, നമുക്ക് അതിന് ഉത്തരം പറയാം. 4 മടങ്ങാവും. അടുത്തത് ഇത്രയുമാണ് ഫിസിക്സിൽ നിന്ന് ചോദിച്ച ചോദ്യം. അപ്പം 8ാം ക്ലാസ്സിലെ ചലനം, 8ാം ക്ലാസ്സിലെ ബലം, അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ഊർജ്ജ പരിപാലനം, ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഈ ഫിസിക്സിനകത്തുനിന്ന് ചോദ്യം ചോദിച്ചത്. ഓക്കെ. അടുത്തത് ബയോളജി ആണ്. ബയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ ചോദ്യം ഇതാണ്, കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാ? 4. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇത് നമ്മൾ PPT തന്നെയാണ്, നമ്മൾ പഠിച്ചതാണ്. എന്താണ് ശ്വസനം? ഇതെല്ലാം നമ്മൾ PPT തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനകത്ത് PPT ആഡ് ചെയ്തത്. ഇതിന്റെ PPT നമ്മൾ മുമ്പ് തന്നത് ഒന്നുകൂടെ നിങ്ങൾക്ക് നമ്മൾ ഇട്ട് തരും കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ഇനി തപ്പി എടുക്കാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ട് തരും, പെയ്ഡ് ബാച്ചിൽ ഇട്ട് തരും. അപ്പം ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. വെന്റിലേഷൻ എന്താണ്, അതേപോലെ തന്നെ ഉച്ഛ്വാസം, നിശ്വാസം, ഉച്ഛ്വാസത്തിന്റെ നിശ്വാസത്തിന്റെ കണക്ക് സഹിതം നമ്മൾ PPTയിൽ തന്നിട്ടുള്ളതാണ്, അതോർത്തിരിക്കുക. ആൽവിയോർ വാതക വിനിമയം എങ്ങനെയാണ്, അതേപോലെ തന്നെ സർഫ്ലക്റ്റന്റ് എന്താണ്. കൂടാതെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ടതായിട്ട് വരുന്നതാണ്
സിസ്റ്റമാറ്റിക് വാതക നിയമം, അത് കൂടാതെ കണ്ടല്ലോ ഹാൻസ് ആൽഫ്രോഡ് ക്രബ്സ്. ആരാണ് ക്രബ്സ് എന്ന് പറയുന്നത്? ബയോ കെമിസ്റ്റ് ആണ്. കോശശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. അതിനാലാണ് ഈ 2ാം ഘട്ടത്തെ ക്രബ്സ് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ഇതല്ല, ഈ കണ്ടെത്തലിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഫ്രിറ്റ്സ് ലിപ്മാനോടൊപ്പമാണ് ക്രബ്സ് പങ്കുവെച്ചത്. അപ്പൊ ആ ഒരു പേര് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഹീമോഗ്ലോബിൻ RBCയിലെ വർണ്ണകമാണ്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ ആണ്. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞാണെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അഡീഷണൽ പോയിന്റ് ആണല്ലോ വരുന്നത്. നമ്മൾ RBCയിലെ വർണ്ണകം അല്ലെങ്കിൽ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്, നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ത്വക്ക്, മുടി, കണ്ണ് ഇവയ്ക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്ന് അറിയാമോ? മെലാനിൻ ആണ്. മെലാനിൻ മറന്നു പോവല്ലേ. ത്വക്ക്, മുടി, കണ്ണ് എന്നിവയ്ക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം, പേശികൾക്ക്, പേശി പഠനം മയോളജിയാണ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അതിനകത്തുണ്ട് മയോഗ്ലോബിൻ. ഏതാണ് പേശികൾക്ക് നിറം നൽകുന്നത്? മയോഗ്ലോബിൻ ആണ്. അപ്പം ത്വക്ക്, മുടി, കണ്ണ് മെലാനിൻ ഓർത്തിരിക്കുക, രക്തം ഹീമോഗ്ലോബിൻ ഓർത്തിരിക്കുക, പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. ഇനി ശ്വസനം മറ്റു ജീവികളിൽ എങ്ങനെയാണ്? അമീബയില് കോശസ്തരത്തിലൂടെയാണ്, മണ്ണിരയില് ത്വക്കിലൂടെയാണ്, മത്സ്യത്തില് ഗിൽസ് അല്ലെങ്കിൽ ശകുലത്തിലൂടെയാണ്, ശകുലം. അതേപോലെ തന്നെ സസ്യങ്ങളിലെ വാതക വിനിമയം ഉണ്ട്. എങ്ങനെയാണ് സസ്യങ്ങളിൽ വാതക വിനിമയം? ഒന്ന് സ്റ്റൊമാറ്റ എങ്ങനെയാണ്? ഇലയിലും ഇളം കാണ്ഡങ്ങളിലും ചെറു സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റോ. കട്ടി കൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെ ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങൾ ഏതാണ്? ലെന്റി സെല്ലുകളാണ്. അടുത്തത് വേരിലെ കോശങ്ങൾ. മൺതരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്തുന്നത് ഏതാണ്? വേരിലെ കോശങ്ങളാണ്. അപ്പൊ 3 എണ്ണം ഓർത്തിരിക്കുക. വേരിലെ കോശങ്ങൾ, ലെന്റി സെല്ലുകൾ, അതേപോലെ തന്നെ സ്റ്റൊമാറ്റോ. ഇത് 3 ഓർത്തിരിക്കാലോ. ഇത് 3 ഓർത്തിരിക്കണം. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തത് സ്റ്റൊമാറ്റോ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്റ്റൊമാറ്റോയും ഗ്രാനയും ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഇവിടെ കണ്ടല്ലോ പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. നമ്മുടെ ചോദ്യം ഇവിടെയായിരുന്നു. ലാക്ടോബാസിലസ് ബാക്ടീരിയക്കകത്ത് എങ്ങനെയാണ്? ഗ്ലൂക്കോസ് 2 ATP പുറത്തുവിട്ട് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ദെൻ ലാക്ടിക് ആസിഡ് ഈസ്റ്റ് ആവുമ്പോഴോ ഗ്ലൂക്കോസ് 2 ATP ഉപയോഗിച്ച് പൈറൂവിക് ആസിഡ്, ദെൻ ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ എയറോബിക് ശ്വസനം എന്താണ് എയറോബിക് ശ്വസനം എന്ന് പറയുന്നത്? മനുഷ്യരിലും ജീവികളിലും നടക്കുന്നതാണ്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്ന രീതിയാണ് എയറോബിക് ശ്വസനം. അങ്ങനെയെങ്കിൽ എന്താണ് എനേറോബിക് ശ്വസനം എന്ന് പറയുന്നത്? ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്ന ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്, ഈ ഓക്സിജൻ ഉപയോഗിക്കാതെ ശ്വസനം നടക്കുന്നതിനെയാണ് അനേറോബിക് ശ്വസനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ നിത്യജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ എനേറോബിക് ശ്വസനം എപ്രകാരം പ്രയോജനപ്പെടുത്തുന്നു? ഒന്ന്, മാവ് പുളിക്കാൻ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നു, തൈരുണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു. ഇവയെല്ലാം എനേറോബിക് ശ്വസനത്തിന് ഉദാഹരണമാണ് എന്ന് ഓർത്തിരിക്കാം. ദെൻ എന്താണ് എസ്പിറേഷൻ അല്ലെങ്കിൽ വിസർജനം? യൂറിയ നിർമ്മാണം, അമോണിയ രൂപപ്പെടൽ, യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം, യൂറിയ നിർമ്മാണം, യൂറിയ പുറന്തള്ളൽ. കണ്ടല്ലോ, കോശം പ്രോട്ടീൻ മെറ്റബോളിസം നടന്ന് അമോണിയ ആയിട്ട് മാറുന്നു. അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടറും ചേർന്ന് ഒരു എൻസൈം കൂടെ ചേർന്ന് യൂറിയ എന്തിലോട്ട് പോകുന്നു? രക്തത്തിൽ നിന്ന് അത് മൂത്രം വഴി പുറത്തോട്ട് പോകുന്നു. അപ്പൊ യൂറിയ നിർമ്മാണം നമ്മൾ ഓർത്തിരിക്കാം. ദെൻ വൃക്കയും അനുബന്ധ ഭാഗങ്ങളും. അതിനകത്ത് വൃക്കാധമനി, നമ്മൾ ഈ ഒരു പാഠത്തിനകത്തുനിന്ന് ചോദ്യം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ എല്ലാം PDF നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് വൃക്കാധമനിയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. വൃക്കാധമനി എന്ന് പറയുന്നത് എന്താണ്? വൃക്കയിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വൃക്കാധമനി അല്ലെങ്കിൽ റീനൽ ആർട്ടറി എന്ന് പറയുന്നത്.
അപ്പൊ എന്താണ് റീനൽ വെയിൻസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും റീനൽ വെയിൻസ് അല്ലെങ്കിൽ വൃക്കാസിര എന്ന് പറയുന്നത്? വൃക്കാസിര കണ്ടല്ലോ, എന്താ വൃക്കാസിര? മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകൾ. മാലിന്യം നീക്കം ചെയ്യപ്പെട്ട മാലിന്യം നീക്കം ചെയ്യപ്പെട്ട വെയിൻ അല്ലേ ഇത്? ആ വെയിൻ അല്ലെങ്കിൽ ആ ഒരു സിര എങ്ങോട്ട് എത്തിക്കുന്നു? മഹാസിരയിലേക്ക് എത്തിക്കുന്നതാണ് വൃക്കാസിര അല്ലെങ്കിൽ റീനൽ വെയിൻ എന്ന് പറയാം. അപ്പൊ റീനൽ ആർട്ടറിയും റീനൽ വെയിനും ഒന്ന് ഓർത്തിരിക്കുക. വൃക്കാധമനി, വൃക്കാസിര. ഓക്കെ ആണല്ലോ. പിന്നെ നെഫ്രോണിന്റെ ഘടന, വൃക്കയും അനുബന്ധ ഭാഗങ്ങളും, അതേപോലെ തന്നെ മൂത്രം രൂപപ്പെടൽ എങ്ങനെയാണ്? സൂക്ഷ്മ അരിക്കൽ നടക്കും, ദെൻ അതിനകത്ത് പുനരാഗീകരണം, ശ്രവണം. ഈ 3 രീതികളാണ്, 3 ഘട്ടങ്ങളാണ് ഇതിനകത്ത് വരുന്നത് എന്ന് ഓർത്തിരിക്കുക. വൃക്കകളുടെ ആരോഗ്യം ഓർത്തിരിക്കുക. ഇനി മൂത്രത്തിലെ അസാധാരണ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഗ്ലൂക്കോസ് മൂലം വരാനിടയുള്ള രോഗം ഏതാണ്? അത് പ്രമേഹമാണ്. ആൽബുമിൻ ആണെങ്കിൽ എന്താണ്? വൃക്കാരോഗങ്ങളാണ്. രക്തമാണെങ്കിലും വൃക്കാരോഗങ്ങളാണ്. ബിലിറൂബിൻ വഴി മഞ്ഞപ്പിത്തം ഉണ്ടാകാം. കാൽസ്യം ഓക്സലേറ്റ് തരികൾ വഴി വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ നമ്മൾ പറയും കിഡ്നി സ്റ്റോണ്. അതേപോലെ തന്നെ പഴുപ്പ് കോശങ്ങൾ വഴി മൂത്രപഥത്തിലെ അണുബാധ. ഇവയെല്ലാമാണ് സാധ്യതയുള്ള രോഗങ്ങൾ, വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ. ദെൻ ഹീമോഡയാലിസിസ്, വൃക്കകളും പ്രവർത്തനരഹിതമായ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ തടസ്സപ്പെടും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? ഹീമോഡയാലിസിസ്. എങ്ങനെയാണ് ഹീമോഡയാലിസിസ് നടക്കുന്നത്? അതിന്റെ ദാതാവ്, മുന്നൊരുക്കം, ശസ്ത്രക്രിയയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കണം, അവയെല്ലാമാണ് ഇവിടെ പറയുന്നത്. ദെൻ സസ്യങ്ങളിലെ എക്സ്ക്രേഷൻ അല്ലെങ്കിൽ വിസർജനം എങ്ങനെയാണ്? ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതാണ് വീണ്ടും പറയാത്തത്. അടുത്ത സമസ്ഥിതി പരിപാലനമൊക്കെ എന്താണ്? അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ചെറുകുടലിനകത്തെ പോഷക ആഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. നമ്മൾ തന്ന PPT-ക്കകത്ത് വന്ന ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ ബി വില്ലസുകളാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഇത് എവിടെ നിന്ന് ചോദിച്ച ചോദ്യമാണെന്നറിയാമോ? ഇത് 9ാം ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവും